പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത്. മോദി കപട ദേശീയവാദിയെന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം. പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിലുള്ള പാട്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള പാട്ടാണ് വേടൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വേദിയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വലിയ വിവാദമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ വേടൻ എന്ന റാപ്പർ പാടിയിരിക്കുന്നത്. യൂട്യൂബിൽ ഉൾപ്പെടെ ഇത് അവൈലബിളുമാണ്. 5 വർഷം മുൻപാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് ഈ പാട്ടിൽ പറയുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യമെന്നുൾപ്പെടെ ഇതിൽ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഈ വേടൻ പറയുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തീവ്രവാദിയെന്നും രാജ്യദ്രോഹിയെന്നും പല തരത്തിലുള്ള വാക്കുകൾ ഇതിനകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്നു ഈ പാട്ടിനകത്ത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെ ഈ വേടനെതിരെ പോലീസ് കേസെടുക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വേടൻ ഈ പാട്ട് തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ പേര് ഹിരൺദാസ് മുരളിയാണെന്നും മറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഈ പാട്ടിലേക്ക് കടക്കുന്നത്. ആദ്യം വരികളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റാപ്പ് സോങ് ആണ് എന്ന് കരുതുന്ന തരത്തിൽ അതിൻ്റെ പാട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീടാണ് പെട്ടെന്ന് മോദി എന്ന് പറഞ്ഞുകൊണ്ട് മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വരികൾ കുത്തിക്കയറ്റി വേദിയിൽ നിന്ന് പാടുന്നത്, ഒരു സ്റ്റേജിൽ നിന്നാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ്. ഇത് കാണികളായിട്ട് കേൾക്കുന്നതിന് ഒരുപാട് ആളുകൾ ഈ വേടൻ്റെ ചുറ്റും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കേസെടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചിട്ടും അത് റിമൂവ് ചെയ്യുന്നതിനോ മറ്റോ ഒന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, ഈ വേടൻ എന്ന റാപ്പറെ കഞ്ചാവ് കേസിൽ പിടികൂടുന്നു. ആ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനെതിരെ ശേഷം തന്നെ ഈ വേടനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, വേടൻ്റെ സംഗീതം അത് സമൂഹത്തെ ജാതി വേർതിരിവ് സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള വിമർശനം ഉയരുകയും കേസരിയുടെ മുഖ്യ പത്രാധിപരായ NR മധു തന്നെ അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഈ NR മധുവിനെതിരെ കേസെടുക്കുന്നതിനും മറ്റും തയ്യാറായ പോലീസ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച ഈ പാട്ടുകാരനെതിരെ, റാപ്പർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വേടൻ്റെ പാട്ടുകൾ സമൂഹത്തെ ജാതീയമായ വേർതിരിവും ആളുകളുടെ ഇടയിൽ ഇല്ലാത്ത ജാതി ചിന്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ആ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൂടി അധിക്ഷേപിക്കുന്ന ഈ പാട്ട് കൂടെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഈ റാപ്പർ വേടൻ ചില മതമൗലികവാദികളുടെ ഒരു ടൂളാണ് എന്നുള്ള വിമർശനം NR മധു ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിമർശനമൊക്കെ ശരിവെക്കുന്നതാണ് ഈ പാട്ടുകളിലെ വരികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ റാപ്പർ വേടൻ്റെ പാട്ടിലെ വരികൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ പാട്ടിൻ്റെ വരികൾ കപട ദേശീയവാദി എന്നുൾപ്പെടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഈ വേടൻ എന്ന റാപ്പർ അധിക്ഷേപിക്കുന്നു. ഒപ്പം തന്നെ വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യമെന്നും മറ്റും പറയുന്നു. തീവ്രവാദിയെന്നും ദേശദ്രോഹിയെന്നും ഒക്കെ അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ പ്രസ്താവനകളും മറ്റും വരികൾ കുത്തിക്കയറ്റിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ഇതുവരെയായിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വേടനെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന പേരിൽ NR മധുവിനെതിരെ കേസെടുത്ത അതേ പോലീസ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചിട്ടും വേടനെതിരെ കേസെടുക്കുകയോ അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ മറ്റു നടപടികളിൽ ദയവായി തുടരുക. അരുണിലേക്ക് എത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി നമ്മളോടൊപ്പം
ശ്രീ NR മധു, കേസരി മുഖ്യപത്രാധിപർ ചേരുകയാണ്. ശ്രീ NR മധു, താങ്കൾ വേടന്റെ സംഗീതം ഇവയെക്കുറിച്ച് താങ്കൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ജിഹാദികളുടെ കയ്യിലെ ടൂളാണ് വേടൻ എന്നുള്ളത് നമുക്കറിയാം. 5 വർഷം മുൻപ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് വേടൻ്റെത് ഇപ്പോൾ നിലവിൽ വലിയ വൈറലായിരിക്കുകയാണ്. വിമർശനാത്മകമായ രീതിയിലാണ് അത് വൈറലായിരിക്കുന്നത്. അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ തരം താഴ്ത്തി അധിക്ഷേപിക്കുന്ന രീതിയിൽ എന്ന് മാത്രമല്ല, കപടദേശീയവാദിയെന്നും ഭീകരവാദിയെന്നും ദേശദ്രോഹിയെന്നും തീവ്രവാദിയെന്നും ഒക്കെയാണ് ആ പാട്ടിലെ ഉള്ളടക്കം. അതിങ്ങനെ പാടി തിമിർക്കുകയാണ്. ഇത് കണ്ടമട്ടയെ പോലീസ് നടിക്കുന്നില്ല. താങ്കൾക്കെതിരെ അന്വേഷണത്തിന് കാണിച്ച ആ തിടുക്കം പോലും പോലീസിന് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ വേദിയിലെ പാട്ടിനുടൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസഡറായിട്ട് കേരളത്തിലെ ഇടത് സർക്കാർ നിയമിച്ചിരിക്കുന്ന പുതിയ അവതാരമാണല്ലോ വേടൻ. അപ്പൊ എന്തുകൊണ്ടാണ് അയാളെ കേരളത്തെ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് ഈ വേടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിന്നില് അന്താരാഷ്ട്ര ശക്തികളുണ്ട്, ജിഹാദികളുണ്ട്, അർബൻ നക്സലുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ എനിക്കെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. അപ്പോ അതേസമയം വേടൻ ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എത്ര നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ ഈ കലാഭാസം, ഞാൻ ആ വാക്ക് വീണ്ടും രേഖപ്പെടുത്തുകയാണ്, കലാഭാസം നടത്തുന്നത്. അപ്പോ അതിന്റെ പിന്നിൽ ഉറഞ്ഞു കൊള്ളുന്ന ഇടത് ജിഹാദി അച്യുതണ്ട് എന്തുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്? ഇന്നിപ്പോ അയാളുടെ ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചതോ അയാൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നോ ഒന്നും ഒരു കുറ്റമല്ലാതായി മാറിയിരിക്കുന്നു. അയാളെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോലീസ്, നമ്മൾ വേദികളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, കേരളത്തിന്റെ പോലീസ് തന്നെ അയാളുടെ ഔദ്യോഗിക സേനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരമൊരു സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇത് കാശ്മീർ വിഘടനവാദത്തിന്റെ പീക്ക് ടൈമിൽ നമ്മൾ കണ്ട അതേ അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന ഭരണകൂടം, രാജ്യദ്രോഹികൾക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂടം, ലോകാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ ഏതു തരത്തിൽ എത്ര മ്ലേച്ഛമായിട്ടാണ് അയാൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതിന് പകരം അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ്. അയാൾക്ക് സ്വീകരണവും ആദരവും കൊടുക്കാൻ നേരിട്ട് എഴുന്നള്ളുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണ് ഈ കേരളം. അതുകൊണ്ട് കേരളത്തിന്റെ പോക്ക് വളരെ അപകടകരമാണ്. ജമ്മു കാശ്മീരിന്റെ വഴിയിലാണ് കേരളം എന്നുള്ളതിന്റെ തെളിവാണിത്. കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ എന്നെ പോലെ ഒരാൾക്കെതിരെ സർക്കാർ കേസെടുക്കുക എന്ന് പറയുന്നത്. ശരിക്കും കേസെടുക്കേണ്ട ആൾ സർക്കാരിന്റെ സംരക്ഷണത്തിൽ നിൽക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസഡറായി കേരളത്തിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇടത് സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതെല്ലാം. അയാളെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ കാരണം തന്നെ അയാൾ ദേശീയതയ്ക്കെതിരാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരാണ്. ആ പ്രധാനമന്ത്രി ഏറ്റവും മ്ലേച്ഛമായി ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ സ്വീകാരനായി തീർന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, അയാൾ അർഹിക്കുന്നത് ജയിലറയാണ് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അയാളുടെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ശ്രീ NR മധു, ഒരു കാര്യം കൂടി നമുക്കറിയാം, കഞ്ചാവ് കേസിൽ പിടിയിലായതിന് ശേഷം തുടരെ സർക്കാർ പരിപാടികൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന വേടനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവൻ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വേടനെ തോളത്തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു CPM സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ആ പാട്ടിന്റെ അവസാന വരിയിൽ കനലൊരു തരി മതി എന്നുള്ളത് കൂടി വേടൻ കൂട്ടിച്ചേർക്കാൻ മറക്കാത്തത്. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുകയല്ലേ? അല്ല, ഗോവിന്ദൻ മാഷ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ പടത്തലവൻ വിജയൻ മുഖ്യമന്ത്രിയാണെന്നാണ്. ഇപ്പോൾ അത് മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിന്റെ ഇടത് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ജിഹാദി ശക്തികളാണ്. ഒറ്റ രാത്രി കൊണ്ട് വേടൻ വിശുദ്ധനായി മാറിയത് എങ്ങനെയാണ്? ഇടത് സർക്കാർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത വേടൻ ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധനാവുകയും കേരള സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറുകയും ചെയ്തത് എങ്ങനെയാണ്? ഒറ്റ രാത്രി കൊണ്ട് നടന്ന ഒരു തിട്ടൂരമുണ്ട്. ഇവിടുത്തെ ജിഹാദി ശക്തികൾ കേരള ഇടത് സർക്കാരിന്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൊടുത്ത തിട്ടൂരത്തിന്റെ ഭാഗമാണ് അയാൾ ഇന്ന് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരുവുകളിലെല്ലാം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിക്കുക, കേന്ദ്ര സർക്കാരിനെ അവഹേളിക്കുക, മാന്യന്മാരെ തെറി വിളിക്കുക, നമുക്കറിയാലോ വേദികളിൽ നടക്കുന്ന തെറി എന്താണ്. ആ തെറിയെ സബ്ലിമൈസ് ചെയ്യുക. അയാൾ സബ്ലിമൈസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? LTT ഭീകരവാദികളെയാണ് സബ്ലിമൈസ് ചെയ്യുന്നത്. അയാളുടെ പാട്ടുകളുടെ സാഹിത്യം പരിശോധിച്ചാൽ മനസ്സിലാകും. LTT ഭീകരവാദികളെ സബ്ലിമൈസ് ചെയ്യുന്നു.
ചോര കുടിച്ച് മതിവരാതെ പുലികൾ അലറിക്കൊണ്ട് ലങ്കയിൽ പാഞ്ഞടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയെ ബോംബ് ബ്ലാസ്റ്റിലൂടെ കൊലപ്പെടുത്തിയ LTTക്കാരെയാണ് സപ്ലിമൈസ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് സത്യത്തിൽ ഇന്ന് വേടനെ പിന്തുണയ്ക്കുന്നതിലൂടെ വിഘടന തീവ്രവാദത്തെയാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഇയാൾ ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ആയത് എന്നുള്ളതിന്റെ തെളിവാണിത്. അതുകൊണ്ട് ശക്തമായ നിയമ നടപടിയാണ് ഉണ്ടാവേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അതെ, വളരെ നന്ദി ശ്രീ NR മധു പ്രതികരിച്ചതിന്. അരുൺ ആലത്തൂരിലേക്ക് വീണ്ടും പോവുകയാണ്. അരുൺ, കേസെടുക്കാതെ എന്തായാലും പോലീസ് ഇങ്ങനെ ഒളിച്ചുകളി തുടരുകയാണ്. കാരണം വേടനെ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ളത് പോലീസിനറിയാം. സർക്കാർ തന്നെയാണല്ലോ സംരക്ഷണം നൽകുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഈ വേടൻ ഇങ്ങനെ തിമിർത്താടുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യം ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടുന്നു. അതിനുശേഷം അതേ സർക്കാരിൻ്റെ പോലീസ് തന്നെ വേടന് സംരക്ഷണം ഒരുക്കുന്നു. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ വേദികളിൽ തന്നെ പാടാനുള്ള അവസരം തുടരെ നൽകുന്നു. ഈ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനു ശേഷം പോലും ഒരു ഇരയായിട്ട് ബോധപൂർവം വേടനെ അവതരിപ്പിക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതും, ഒപ്പം തന്നെ സർക്കാരിൻ്റെ വേദികളിൽ പാലക്കാട് ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉൾപ്പെടെ ഈ വേടന് സർക്കാർ എന്തുകൊണ്ട് വേദി നൽകി എന്നുള്ളത് ഈ പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഈ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരികൾ പാടുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിമർശനാതീതനല്ല. അദ്ദേഹത്തിന് ഞാൻ അരുണിലേക്ക് എത്താം, ദയവായി തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വേടന്റെ പാട്ടാണ് ഇപ്പോൾ നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിലാണ്, അതായത് അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിലാണ് വേടൻ പരാമർശിക്കുന്നത്. മോദി കപട ദേശീയവാദി എന്നും ദേശദ്രോഹി എന്നും തീവ്രവാദി എന്നും ഒക്കെയാണ് പാട്ടിലെ പരാമർശം. പക്ഷേ ഇതൊന്നും കണ്ടമട്ടെ കാണിക്കുന്നില്ല പോലീസ് എന്നുള്ളതാണ്. കാരണം പോലീസിനറിയാം സംസ്ഥാന സർക്കാരിൻ്റെ സ്പോൺസേർഡ് സംരക്ഷണമാണ് വേടനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇതിലൊരു തുടർ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വേടൻ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കലയിലൂടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കല, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് അവതരിപ്പിക്കുന്നതിൽ ആർക്കും തടസ്സവുമില്ല. പ്രശ്നം അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ചില ആസൂത്രിതമായ ചില മതതീവ്രവാദ ശക്തികൾ അദ്ദേഹത്തെ ഉപകരണമാക്കി മാറ്റുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനുള്ള ചില നടപടികളിലേക്ക് അദ്ദേഹത്തെ കരുവാക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. വേടനെ ആയുധമാക്കിക്കൊണ്ട് വേടന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേടൻ പറയുന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വിഭജിക്കാനും രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വേടനെ കരുവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ആക്ഷേപമായിട്ട് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് വേടനവും അല്ലെങ്കിൽ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ വേടന് ആ രാഷ്ട്രീയം പറയാനുള്ള അവകാശത്തെയോ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. വേടനെ ഉപയോഗിക്കുന്ന മതതീവ്രവാദ ശക്തികളുണ്ട്, ജിഹാദികളുണ്ട്, എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ശക്തികളുണ്ട്. അവരുടെ താല്പര്യം എന്താണ് ഈ കാര്യത്തിൽ? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഗൗരവമായിട്ടും മനസ്സിലാക്കുന്നത്. അതിന് വേടൻ അവരുടെ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വേടന് സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനോ അദ്ദേഹത്തിന്റെ കല നടപ്പാക്കുന്നതിനോ ആർക്കും തടസ്സം പറയാൻ സാധ്യമല്ല. പക്ഷെ വേടന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടും ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കുന്ന ജാതി ഭീകരവാദം ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള യഥാർത്ഥത്തിൽ മതഭീകരവാദമാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ആ മതഭീകരവാദം എന്നുള്ള പ്രശ്നത്തെ മറച്ചു വെക്കാൻ ജാതി ഭീകരവാദം എന്നത് ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ മതതീവ്രവാദ ശക്തികളാണ്. അവരുടെ മതഭീകരവാദത്തെ മറച്ചു വെക്കാനാണത്. അപ്പോ അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ വേടനെ മറയാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജാതീയമായി ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ പട്ടികജാതി പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനും മറച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബിന്ദു അടക്കമുള്ള ആളുകൾക്കുണ്ടായ
അവഹേളനം, ക്രൂരമായ പീഡനം, ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്. അപ്പോഴാണ് വേടന്റെ ഈ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത്. അതെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത്. മോദി കപട ദേശീയവാദി എന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ വസ്തുത കൂടി. അരുൺ ആലത്തൂരിലേക്ക് പോകുന്നു. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വേടനെ ഉപയോഗിക്കുന്നു ചിലർ എന്നുള്ളതാണ്. പക്ഷേ വേടൻ ഇവിടെ ബോധപൂർവം തന്നെ ആ ചിലരുടെ ഉപകരണമാകുന്നു എന്നുള്ളതും തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം തുടർച്ചയായി വേടൻ പരാമർശിക്കുന്നതും അതോടൊപ്പം അപഹാസ്യമാക്കുന്നതുമൊക്കെ ദേശീയവാദികളെയും രാജ്യത്തെയും രാജ്യസുരക്ഷയെയും രാജ്യത്തോടൊപ്പം നിൽക്കുന്നവരെയുമാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ വാക്കുകളിൽ കൂടിയാണ് ആ പാട്ടിലെ ഓരോ വരികളും ബോധപൂർവം വേടൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഇവിടെ വേടൻ ഒരു ഉപകരണമാകുന്നു എന്നുള്ളൊരുപരി വേടൻ ബോധപൂർവം തന്നെ ആ ഉപകരണമായി നിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വേടൻ്റെ പാട്ടുകളിലെ വരികൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം കേട്ട പാട്ടുകളിലെ മറ്റും വരികളൊക്കെ പുറത്ത് ചർച്ചയായ വരികളൊക്കെ നോക്കുമ്പോൾ അത് ഹിന്ദു സമൂഹത്തിന് ഇടയിൽ ജാതീയ വേർതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. അത് പലതരത്തിൽ ഈ പുലയനും പറയനും അതുപോലെ തന്നെ മറ്റ് ജാതികളൊക്കെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ അവരെയൊക്കെ വീണ്ടും നമുക്കറിയാം കേരളം പോലൊരു സമൂഹത്ത് അങ്ങനെയൊന്നും ആളുകളുടെ ഇടയിൽ ഇല്ലാത്ത ജാതീയ ചിന്തയാണ്. ആ ജാതീയ ചിന്ത വീണ്ടും ആളുകൾ ഉള്ളിൽ കുത്തിവെക്കുന്ന തരത്തിലുള്ളതാണ് അതിലെ വരികൾ എന്നുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പരിശോധിക്കുമ്പോൾ അത് ശ്രീലങ്കയിലെ LTTE-യുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ ഏറെക്കുറെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വരികൾ എന്ന് തോന്നിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പാട്ടിലെ വരികൾ എടുക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വരികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരി അരുൺ, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. അരുൺ തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, വേടന്റെ പാട്ടിലെ വാക്കുകളൊക്കെ ഇതിനു മുൻപും ടീച്ചർ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് വേടൻ 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അങ്ങേയറ്റം വിവാദമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് കപട ദേശീയവാദി എന്നും തീവ്രവാദി എന്നും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ആ പാട്ട് വേടൻ പാടിയിരിക്കുന്നത് എന്നാണ്. സർക്കാരിൻ്റെ സംരക്ഷണം വേടന് തുടർന്നും ഉണ്ടാകുമെന്നറിയാം. കാരണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പോലീസ് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒരു നടപടി പോലും തുടർന്ന് എടുക്കാത്തതും. എന്തായാലും ഇത്തരത്തിൽ സമൂഹത്തിനുള്ളിൽ ഒരു ജാതീയമായ ചിന്ത വളർത്തുക, അതിൻ്റെ പേരിൽ ഒരു മുതലെടുപ്പ് നടത്തുക, അതിൽ നിന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും കപട ദേശീയവാദികൾക്കുമൊക്കെ വേണ്ടിയിട്ട് വേടൻ സംസാരിക്കുക, വേടൻ ഒരു ഉപകരണമാകുക, അതുതന്നെയല്ലേ കാലാകാലങ്ങളായി തുടരുന്നത്? ഇപ്പൊ നമുക്കറിയാം വേടന്റെ വരികൾ ശ്രദ്ധിച്ചാല് അത് കലയോടുള്ള ആഭിമുഖ്യത്തിലപ്പുറം മറ്റെന്തൊക്കെയോ ചില ഗൂഢലക്ഷ്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വിമർശിക്കേണ്ടി വന്നത്. ഇപ്പോ ലങ്കയിലെ പുലികളുടെ ദാഹം മാറാതെ അലയുന്നു എന്ന് പറയുമ്പോൾ ലങ്കയിൽ ഒറിജിനുള്ള അല്ലെങ്കിൽ ലങ്കയുമായി ബന്ധമുള്ള വേടൻ അത്തരത്തിലൊരു പുലികളുടെ എങ്ങനെയാണോ ശ്രീലങ്കയെ പുലികൾ നശിപ്പിച്ചത്, എങ്ങനെയാണോ അവിടുത്തെ സ്വസ്ഥത കെടുത്തിയത്, എങ്ങനെയാണോ ഒരു ഭാരത പ്രധാനമന്ത്രി വരെ അവരുടെ ഇരയായി മാറിയത്, അപ്പൊ ആ ഉദ്ദേശവുമായി കേരളം എന്ന ഇത്തിരി പോന്ന ഈ സംസ്ഥാനത്തിന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി അതുപോലുള്ള പുലികളുടെ പ്രവർത്തനം ഇവിടെ നടത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടി ഒക്കെ കലയെ അതിനൊരു മീഡിയമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചേ മതിയാകൂ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം ടീച്ചർ, പറഞ്ഞോളൂ. കേൾക്കാം. ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വേടനൊരു ടൂൾ മാത്രമാണ്, മറ്റാരോ വേടനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ മുഴുവൻ പ്രവർത്തനം നമുക്കതിന് സംശയിച്ചേ മതിയാകുള്ളൂ. അതിന് ജിഹാദികൾ ഉണ്ടാകാം, തീവ്ര ഇടതുപക്ഷ ചിന്താഗതികൾ ഉണ്ടായിരിക്കാം, അർബൻ നക്സലുകൾ, ഇവരുടെ എല്ലാവരുടെയും കയ്യിലെ ഒരു ഇരയായി അതിസമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ തീരെ നിഷ്കളങ്കമല്ല വരികൾ നമുക്ക് മനസ്സിലായേ പറ്റൂ. കാരണം മോദിജിയെ എതിർക്കാൻ ഏത് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഏത് ഭരണാധികാരിയെയോ എതിർക്കാൻ ജനാധിപത്യപരമായി ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ വരികൾ ശ്രദ്ധിക്കുക, അത് ഭരണത്തെ വിമർശിക്കുകയല്ല, അത് ഏതെങ്കിലും ഒരു നടപടിയെ വിമർശിക്കുകയല്ല, വ്യക്തിഹത്യ നടത്തുകയാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ല, രാജ്യത്തെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുക എന്നത് മാത്രമാണ് ആ വരികളിലൂടെ നടക്കുന്നത്. അതല്ലാതെ ഈ അടുത്ത അല്ലെങ്കിൽ ഇന്ന വികസന പരിപാടി ശരിയല്ല അല്ലെങ്കിൽ രാജ്യത്തിന് അത്തരം കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ വേടന്റെ വരികൾ ശ്രദ്ധിച്ചാൽ വേടൻ
നാടനോ കാടനോ വേടനോ അല്ല, മറിച്ച് നാടിനെ വിഘടിപ്പിക്കാനുള്ള ഒരു വിഘടനവാദി മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ കഞ്ചാവ് അടിച്ച നമ്മൾ ഇതിലെല്ലാം ഒരു ദുരൂഹതയുണ്ട്. കാരണം വേണ്ടത്ര പബ്ലിസിറ്റി വേടന് ഇല്ലയോ എന്ന് തോന്നുന്ന ഘട്ടത്തിലായിരിക്കാം വേടനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചു, പക്ഷെ എന്നാൽ അത് കുറ്റകൃത്യമാക്കി മാറ്റാൻ തക്ക വിധത്തിലുള്ള അളവില്ല. ഇവിടെയൊക്കെ ആരെയോ കളിക്കുന്നു, 5 ഗ്രാം കൈവശം വെച്ച്. കാരണം അപ്പൊ അത് വേണ്ടത്ര കൈവശമുണ്ട് എന്നുള്ളതിന് കേസെടുക്കാൻ പറ്റുന്ന വിധത്തിലല്ല. പുലിനകമാണ് എന്ന് പറഞ്ഞ് അതല്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുകയും അതിലൂടെ ഈ വിഘടനവാദത്തെ കൂടുതൽ ശക്തമായി നാട്ടിൽ എങ്ങനെ നടപ്പാക്കാം എന്നത്, അപ്പൊ ഇതിന് ആരുടെയൊക്കെയോ അതിശക്തമായ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതെ, വളരെ നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്. അരുണിലേക്ക് വീണ്ടും പോവുകയാണ്. അരുൺ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേടന്റെ വരികൾ വളരെ ബോധപൂർവം തന്നെ സൃഷ്ടിച്ചെടുത്തവയാണ് എന്നുള്ളതാണ്. അല്ലാതെ വേടൻ അത്ര നിഷ്കളങ്കമായി രചിച്ചതൊന്നുമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വേടന്റെ പാട്ടിനെ അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ടിനെ ആർക്കും തള്ളിപ്പറയുകയോ അദ്ദേഹത്തിന്റെ കഴിവിനെ ആരും തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അങ്ങേയറ്റം അദ്ദേഹം ഈ ജിഹാദികളുടെയും അതുപോലെ തന്നെ അർബൻ നക്സലുകളുടെ എല്ലാം ടൂളായി മാറുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ വരികൾ കേൾക്കുമ്പോൾ സംശയം തോന്നുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ് ഇവിടെ ഉയരുന്നത്. അതിന് അടിസ്ഥാനം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വേടന്റെ വരികളിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ ഇല്ലാത്ത ജാതി ചിന്ത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീലങ്കയിലെ ഈ പുലികളെയും മറ്റു LTTEനെയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വരികൾ ഈ വേടന്റെ പാട്ടുകളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്ന ഈ പാട്ടിലെ വരികൾ. അതായത് 5 വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതിൽ നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം മോശമായ രീതിയിൽ കപടദേശവാദി എന്നും വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെ തരത്തിലുള്ള മോശമായ വരികൾ അതിൽ കുത്തിക്കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നേരത്തെ സംസാരിച്ച KP ശശികല ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ ആർക്കും അതിനൊരു കുഴപ്പവുമില്ല. അത് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹം ചെയ്ത വികസന പദ്ധതികളിലോ അതല്ലെങ്കിൽ മറ്റ് നടപടികളിലോ ഒക്കെ വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനം ഉന്നയിക്കുക തന്നെ വേണം നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഇവിടെ വിമർശനമല്ല, വിമർശനത്തിനപ്പുറം അധിക്ഷേപമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കപടദേശവാദി എന്നും അല്ലെങ്കിൽ വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും സമൂഹത്തെ തെറ്റായ രീതിയിലുള്ള ചിന്ത പടർത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നുള്ള സംശയമാണ് നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ ഉയർത്തുന്നത്. ആ സംശയം ഏതായാലും അത് ദേശസ്നേഹികളായ ആളുകളുടെ ഉള്ളിൽ ഉണരുമ്പോൾ അതിൽ യാതൊരു അത്തരത്തിൽ ഉണരാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വേടൻ്റെ വിമർശനം എന്നുള്ളത്, വേടനെ ഈ നടപടികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വേടൻ എന്ന വ്യക്തിയെ ആദ്യം ഒരു ചെറിയ വിഭാഗം ആളുകളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് സമൂഹത്തിൽ വലിയ രീതിയിൽ വേടനെ കുറിച്ച് ചർച്ചയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതും അതുപോലെ തന്നെ പുലിനകം പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ശേഷം ഏത് സർക്കാരാണോ വേടനെ ഈ കഞ്ചാവുമായി പിടികൂടിയത്, അതേ സർക്കാർ തന്നെ പിന്നീട് വേടനെ മഹത്വവൽക്കരിക്കുകയും പിന്നീട് വേടന് സർക്കാരിന്റെ വേദികൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ആ വേദികൾ നൽകിയതിനു ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിരന്തരം വേടനെ പ്രകീർത്തിച്ചുകൊണ്ട് പടനായകനാണെന്നുൾപ്പെടെയൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അത് കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയവും ഉയരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, വേടന്റെ പാട്ട് കേൾക്കുന്ന ആളുകളിൽ മിക്ക ആളുകൾക്കും ഇതിൻ്റെ വരികൾ കൃത്യമായിട്ട് ധാരണയില്ലാത്ത സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ വേടൻ ജാതീയമായിട്ടുള്ള കാര്യങ്ങളിലല്ലേ പറയുന്നത്, സമൂഹത്തിൽ ജാതി ചിന്തയല്ലേ തുറന്നു കാണിക്കുന്നത് എന്നൊക്കെ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജാതി ചിന്തയെ അല്ല, അതിനപ്പുറം ഹിന്ദു സമൂഹത്തിൽ ഇല്ലാത്ത ജാതീയ ചിന്ത സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ശ്രീലങ്കൻ LTTE പോലുള്ള സംഘടനകളെ അതിനെ വെള്ളപൂശുന്ന തരത്തിലുള്ള നടപടികൾ മറ്റൊരു ഭാഗത്തുണ്ടാകുന്നു. മൂന്നാമതായി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ ഈ വിധമൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് വേടൻ പാടുമ്പോൾ അത് തീർത്തും കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമല്ലേ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ ചിലരുടെ ടൂളാണ്, അത് ജിഹാദി അർബൻ നക്സലുകളുടെ ടൂളാണ് എന്നുള്ള വിമർശനവും ഇപ്പോൾ കൂടുതൽ ചർച്ചയായി ഉയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി അരുൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത്. മോദി കപട ദേശീയവാദി എന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ട് ഇല്ല എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ വസ്തുത.